ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഒരു ത്രില്ലർ മിസ്റ്ററി മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഷാർപ്പ് കോർണർ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സത്യം പറയാലോ, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ള മൂവീസിൽ നിന്നും ഭയങ്കരമായിട്ട് വിചിത്രമായിട്ടുള്ള അതും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കും ഇത്. അതുമാത്രം ഞാൻ എന്തായാലും ഉറപ്പിച്ചു പറയുന്നു. ഈ കഥയിലെ നായകൻ സിറ്റിയിൽ നിന്നും കുറച്ച് മാറി താമസിക്കാമെന്നും പറഞ്ഞ് ആൾ താമസമൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു വീട് വാങ്ങാണ്. അവിടെ താമസിച്ചതിന് ശേഷം അതും ഒരു റോഡിന്റെ വളവിലായിട്ടാണ് അവരുടെ വീടുള്ളത്. അങ്ങനെ ഒരു ദിവസം ഈ വളവിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. ഇതിന് ശേഷം അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, പിന്നീട് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സ്റ്റോറിയിൽ സംഭവിക്കുന്നുണ്ട്. അതെന്താണ്, അവൻ എങ്ങനെയാണ് അത് പരിഹരിച്ചത് എന്നെല്ലാം അവസാനം വരെയും ഒരു മിസ്റ്ററി മോഡിൽ നമ്മളെ കൊണ്ടുവന്ന മൂവി. ഇതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള മൂവീസ് ഇനി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക എന്നുള്ളത് മാത്രമാണ്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കും. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥയുടെ തുടക്കത്തിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ജോസ്, അവന്റെ ഭാര്യ റേച്ചൽ, പിന്നെ അവർക്കൊരു മകനുണ്ട്. ഇവർ മൂന്നുപേരും വണ്ടിയിൽ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് സെറ്റിയിൽ നിന്നും വെളിയിലേക്കുള്ള ഒരു വഴി ഇങ്ങനെ പോവാണ്. അതും വളരെ സന്തോഷത്തോടെ. കാരണം വേറെ ഒന്നുമല്ല, ഇവർ പോകുന്ന വഴിക്ക് തന്നെ റോഡ് സൈഡിലായിട്ട് അവരൊരു വീട് വാങ്ങിയിട്ടുണ്ട്. അത് സ്വന്തമായിട്ട് റോഡിന് സൈഡിലായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു വീട്, ശാന്തമായിട്ടുള്ള ജീവിതം, വലിയ തിരക്കുകളോ ട്രാഫിക് ബ്ലോക്കുകളോ അങ്ങനെ ഒന്നുമില്ല. കാരണം ഇത്രയും നാൾ അവർ ജീവിച്ചിരുന്നത് സിറ്റിയിലാണ്. അങ്ങനെ ജോസ്, റേച്ചലും അവരുടെ മകനും ഇവർ മൂന്നുപേരും ആ വീടിനകത്തേക്ക് കയറിയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം വീടിനകത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ അന്നത്തെ ദിവസം അവർക്ക് കഴിക്കാനുള്ള ആഹാരമെല്ലാം കഴിച്ച് രാത്രിയാവുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം മുറിയിലേക്ക് എടുത്ത് വെക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവരുടെ മകനെ കൊണ്ടുറക്കി കിടത്തി ജോസ് തിരിച്ച് അവൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് വരും. റേച്ചലിൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് ചോദിക്കുന്നത്, ഈ വീട്ടിൽ വന്നതിൽ നിനക്ക് സന്തോഷമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഇല്ലാണ്ട് നല്ല ശാന്തമായിട്ടുള്ളൊരു വീട്, ഒരു പ്രശ്നവുമില്ല, സമാധാനമായിട്ട് കഴിയാം, സിറ്റിയിലിരിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇവിടെയാണ് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ആ ഒരു സന്തോഷത്തിൽ കുറച്ച് ഉമ്മയെല്ലാം വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അവിടെയാണ് ഒരു കാര്യം, പെട്ടെന്ന് ഇതുപോലൊരു ശബ്ദം. രണ്ടുപേരും പേടിച്ചു നോക്കുമ്പോൾ അവരുടെ ജനാല തകർത്തുകൊണ്ട് ഒരു ടയർ വീടിനകത്തേക്ക് വന്ന് വീഴുന്നു. എന്താണെന്നറിയാൻ വേണ്ടി ജോസ് ആ ജനാല എടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ വീടിന് വെളിയിൽ ഒരു മരമുണ്ട്. അതിലേക്ക് ഒരു കാർ വന്ന് ഇടിച്ചു കിടക്കാണ്. ഇത് കണ്ട് ജോസിന് എങ്ങനെയുണ്ടാവും? അങ്ങനെ അടുത്ത ദിവസം ജോസിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ഓഫീസിലാണ്. അതുപോലെ വീടിന് മുന്നിൽ നടന്ന ആ ഒരു ആക്സിഡന്റ് ഉണ്ടല്ലോ, അതിനെപ്പറ്റിയുള്ള ആ ന്യൂസ് അവൻ കാണുന്നുണ്ട്. അതുപോലെ ആ കാറിലുണ്ടായിരുന്ന പയ്യൻ മരണപ്പെട്ടു. ഇപ്പോൾ ഓഫീസിലൊരു മീറ്റിംഗ് നടക്കാണ്, അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അപ്പോൾ എർസൻ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ മെയിൻ ജോസിനെ വിളിച്ചിട്ട് അല്ല ടാർഗറ്റിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അതിന് ജോസ് മറുപടിയും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്കാണ് എർസൻ വന്നിട്ട്, നിങ്ങളല്ലേ എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഈ ജോലിക്ക് എടുത്തത്, നിങ്ങൾ പറഞ്ഞെന്ന വഴിയാണ് ഞാൻ ഈ ഒരു ജോലിയിലേക്ക് കയറിയത് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ജോസിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരുത്തനാണ് ഇപ്പോൾ ഈ ലെവലിലെ ജോസിനും കൂടി അല്ലാതെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഹെഡായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ജോസിന് ചെറിയൊരു ദേഷ്യം ഉണ്ടാവും. പക്ഷെ അതൊന്നും വിലയിൽ കാണിക്കാതെ, ഹേയ് അതൊന്നും കുഴപ്പമില്ല, ഇപ്പോൾ നല്ലതുപോലെ എല്ലാം നടക്കുന്നുണ്ടല്ലോ, ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ജോസ് ആ ഒരു ആക്സിഡന്റ് ഉണ്ടല്ലോ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് അത് കഴിഞ്ഞ് നേരെ തന്റെ മകനെ വിളിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോവാണ്. അങ്ങനെ മകനെയും വിളിച്ചിട്ട് അത് കഴിഞ്ഞ് റേച്ചലുണ്ടല്ലോ അവളെയും പിക്കപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അതുപോലെ ആദ്യ ദിവസം നടന്ന ആ ഒരു ആക്സിഡന്റ് ഉണ്ടല്ലോ അതിനെപ്പറ്റിയുള്ള ആ ഒരു ന്യൂസ് റേച്ചലിനെ കാണിച്ചിട്ട്, ദേ കുടിച്ചിട്ട് ആ വണ്ടി ഓടിച്ചത്, അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചത്. അപ്പോൾ ഇത് കേൾക്കുന്ന റേച്ചലിനും ആകെ ടെൻഷനുണ്ട്. വന്ന ആദ്യത്തെ ദിവസം തന്നെ വീടിന് വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, പക്ഷേ മകന്റെ മുന്നിൽ വെച്ച് ഇതെന്തായാലും പറയേണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് വന്ന് ആ ടയർ അകത്തേക്ക് വീണപ്പോൾ ജനാലെല്ലാം തകർന്നല്ലോ, അതെല്ലാം ശരിയാക്കുന്നു. അതേപോലെ തന്നെ വീട്ടിൽ മറ്റു ചില സാധനങ്ങളൊക്കെ കേടായി പോയിട്ടുണ്ട്, അതെല്ലാം റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നിട്ട് വെളിയിലേക്ക് നോക്കുമ്പോഴാണ് ആ ആക്സിഡന്റ് നടന്ന മരത്തിനടുത്തായിട്ട് ഇവരുടെ മകൻ ഇരുന്ന് കളിക്കുന്നു. ഇത് കണ്ട റേച്ചല് പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് അവനെ അകത്തേക്ക് പറഞ്ഞു വിടും. അപ്പോഴാണ് ജോസ് അവിടേക്ക് വന്നിട്ട്, ഇവരുടെ വീടിന്റെ മുറ്റത്താണ് ആ മരം ഉള്ളത്, അതുപോലെ ആ ഒരു ടയറിന്റെ പാട് അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ അതെന്തായാലും മാറ്റിയല്ലേ മതിയാവൂ. അതുപോലെ അവിടെയുള്ള പുല്ലെല്ലാം കേടായിപ്പോയി, അതുകൊണ്ട് തന്നെ പുതിയ പുല്ല് വരാൻ വേണ്ടി അതിന്റെ വിത്തെല്ലാം അവിടെ വിതറുന്നുണ്ട്. അതുമല്ല ഈ റോഡുള്ളത് അവരുടെ വീടിനടുത്തായിട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ ആ റോഡിലേക്ക് വന്ന് നോക്കുമ്പോഴാണ് ഇവരുടെ വീടിനടുത്തായിട്ട് വരുന്ന സമയത്ത് ഈ റോഡിൽ ഒരു ഷാർപ്പായിട്ടുള്ള കോർണർ ഉണ്ട്. അതും രണ്ടു വശങ്ങളിൽ ഒരു വലിയ വളവിരിക്കുമ്പോഴത്തേക്കും ആ വളവിന് മുന്നിലൊരു വീട് ഇരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതുപോലെ. അപ്പോഴാണ് അതുവഴിയെ വന്ന മറ്റൊരു കാറ് പെട്ടെന്ന് ഇവരുടെ ആ ഒരു വസ്തുവിൻ്റെ അടുത്തേക്ക് ആ ഒരു മരത്തിനടുത്തേക്ക് വണ്ടി നിർത്തിയിട്ട് ആ ഭാഗത്ത് കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ടുവയ്ക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് എല്ലാവരും അവിടെ നിന്ന് പോകുന്നതും ജോസ് ഇപ്പോൾ അവിടേക്ക് വന്ന് നോക്കുമ്പോഴാണ് ഇന്നലെ ആക്സിഡന്റ് ആയല്ലോ, ആ കാർ ഓടിച്ച ആൾ മരണപ്പെട്ടു. അതുകൊണ്ടാണ് അവന്റെ ഓർമ്മയ്ക്ക് വേണ്ടി വീട്ടുകാർ ഇവിടെ ആ കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുള്ളത്, കുറച്ച് പൂക്കളും അതേപോലെ തന്നെ ഒരു കുരിശ്, ഇതെല്ലാം. അങ്ങനെ ഇത് കണ്ട് ജോസിന് അത്ര നല്ലതായിട്ട് തോന്നില്ല. അങ്ങനെ ജോസ് ആ വളമുണ്ടല്ലോ അവിടേക്ക് വന്നിങ്ങനെ നോക്കും. അതുപോലെ നല്ലൊരു ഷാർപ്പായിട്ടുള്ള കോർണർ ആയതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാറുകൾ അതിലേ പോകുന്നുണ്ട്. പക്ഷേ എല്ലാവരും തിരിയുമ്പോഴത്തേക്കും ഈ കോർണറിലേക്ക് വന്ന് ഒരറ്റത്തേക്ക് കയറിയാണ് തിരിയുന്നത്. ഇതെന്താ ഇങ്ങനെ തിരിയുന്നേ എന്ന് പറഞ്ഞ് അവൻ ആ വശത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ
ഇവിടെ ഒരു വളവുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചൊരു സൈൻ ബോർഡ് ഉണ്ടല്ലോ, അത് ഈ ചെടികൾക്കിടയിലായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സൈൻ ബോർഡ് ആർക്കും കാണാൻ കഴിയത്തില്ല. അങ്ങനെ അതും കണ്ടിട്ട് അത് കഴിഞ്ഞ് അവൻ നേരെ ഓഫീസിലേക്ക് ചെന്ന് തന്റെ ജോലി ചെയ്യാതെ ഇവരുടെ വീടിന് മുന്നിൽ മരിച്ചുപോയ ഒരു പയ്യൻ, അവൻ ആരാണെന്നെല്ലാം സെർച്ച് ചെയ്ത് അവന്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കുന്നു. അപ്പോഴാണ് ജോസിന്റെ താഴെ ജോലി ചെയ്യുന്ന വേറൊരുത്തൻ, സാർ എനിക്ക് വേറെ ഏതെങ്കിലും ഒരു ജോലി തരുമെന്ന് ചോദിക്കുമ്പോൾ ജോസ് ഒരു അധികാരത്തോടെ, ഞാനല്ലേ നിനക്ക് ജോലി തരുന്നേ, എനിക്ക് തോന്നുമ്പോൾ ഞാൻ ജോലി തരും എന്നെല്ലാം പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ മരിച്ചുപോയ ആ ഒരു പയ്യൻ ആരാണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവൻ ഫുട്ബോൾ എല്ലാം കളിക്കുന്ന ഒരു പയ്യനാണ്. അങ്ങനെ അതെല്ലാം നോക്കി അത് കഴിഞ്ഞ് രാത്രിയാവുന്നതും ജോസിന്റെ വീട്ടിൽ അവന്റെ സുഹൃത്തുക്കളെല്ലാം വിളിച്ചുകൂട്ടി ഒരു പാർട്ടി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തോടെ തന്നെ ആ ഒരു പാർട്ടിയിൽ ആഹാരമെല്ലാം കഴിച്ച് മദ്യമെല്ലാം കഴിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ജോസ് ഇവരുടെ വീടിന് മുന്നിൽ സംഭവിച്ച ആ ഒരു ആക്സിഡന്റ് ഉണ്ടല്ലോ അതിനെപ്പറ്റി ഇവരോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇപ്പൊ ഇത് സംസാരിക്കേണ്ട ഒരാവശ്യം അവർക്കില്ലായിരുന്നു. പക്ഷേ റേച്ചലിനാണെങ്കിലോ ഇത് കേട്ടിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷെ ജോസ് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയല്ലോ. അങ്ങനെ ജോസ് ആക്സിഡന്റിൽ മരിച്ചുപോയില്ല. ആ ഒരു പയ്യന് വെറും 16 വയസ്സ് മാത്രമേ ഉള്ളൂ. ഈ പ്രായത്തിലെല്ലാം മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ഞാൻ പോയി നോക്കി, സ്റ്റിയറിങ് നെഞ്ചിൽ ഇടിച്ച് എല്ലെല്ലാം പൊട്ടി ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു എന്നെല്ലാം വിശദമായിട്ട് ഇവരോട് കാര്യങ്ങളൊക്കെ പറയാണ്. അതും ഇങ്ങനെയുള്ള ഒരു നല്ല അവസരത്തില്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ആ ഫ്രണ്ട്സിനും വല്ലാണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ റേച്ചലിന് നല്ല ദേഷ്യം വന്ന് ഈ ഫ്രണ്ട്സ് എല്ലാം പോയതിനു ശേഷം അവൾ ജോസിനോട് നമ്മുടെ വീട്ടിൽ നടന്ന ഈ ആക്സിഡന്റിനെ പറ്റി എന്തിനാ ഈ ഫ്രണ്ട്സിനോട് പറഞ്ഞ്, അത് ഇത്ര വളരെ മോശമായിട്ട്, അതുപോലെ മരിച്ചുപോയ ആ ഒരു പയ്യനെ പറ്റി വരെ അറിഞ്ഞു വെച്ചേക്കുന്നു. അല്ല ഇപ്പൊ അതാണ് ഇത്ര പ്രധാനം. അതൊക്കെ മറന്നിട്ട് ഇനി എന്താണെന്നുള്ള കാര്യം മാത്രം ചിന്തിച്ചാൽ പോരെ. അങ്ങനെ ഓക്കെ എന്നെല്ലാം പറഞ്ഞ് അവൻ നേരെ റൂമിലേക്ക് പോയിട്ട് ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ജോസ് മരമെല്ലാം വെട്ടുന്നൊരു മെഷീനും എടുത്ത് നേരെ ആ റോഡിനടുത്തേക്ക് നടന്നു പോവാണ്. എന്താണെന്ന് നോക്കുമ്പോൾ ആ സൈൻ ബോർഡ് കാണുന്ന രീതിയിൽ ബാക്കിയുള്ള ചെടിയും കാര്യങ്ങളെല്ലാം വെട്ടി നല്ല ക്ലീൻ ആക്കി വെച്ചേക്കുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഇപ്പോൾ രാത്രിയാകുമ്പോൾ ബിയറെല്ലാം കഴിച്ച് വീടിന് വെളിയിൽ ആ റോഡിലേക്ക് തന്നെ നോക്കിയിരിക്കും. വേറൊന്നുമല്ല, ഈ വഴിക്ക് പോകുന്ന ഒരു വണ്ടിക്കും ഒന്നും സംഭവിക്കരുത് എന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അതാണ്. ഓരോ വണ്ടിയും ക്രോസ് ചെയ്ത് പോകുമ്പോൾ അവൻ ശ്വാസം നല്ലതുപോലെ താഴ്ക്കി വിടുന്നുണ്ട്. കാരണം ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ റേച്ചിൽ വന്നിട്ട് ജോസിനെ ഉറങ്ങാനായിട്ട് വിളിക്കും. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് അവളോടൊപ്പം പോവാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഇപ്പോൾ വീക്കെൻഡ് ആകുമ്പോൾ ഇവരെല്ലാവരും ഫാമിലിയായിട്ട് വെളിയിലേക്ക് പോകുന്നു. പക്ഷേ ജോസിൻ്റെ മുഖത്ത് അത്ര സന്തോഷമില്ല. ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം അവൻ ചിരിക്കുന്നത് കാണിക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ അവൻ അവരെ കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചിരിക്കുന്നതാണ്. അവൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു ആക്സിഡൻറ്റും കാര്യങ്ങളാണ്. അതുപോലെ തിരിച്ചു വരുമ്പോൾ തന്നെ കാർ ഓടിക്കുമ്പോൾ അവൻ്റെ മുഖം ഒരുമാതിരി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്ന് ചിരിക്കാതെ. റേച്ചലും അവളുടെ മകനും നല്ല ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഒരു ദിവസം ജോസ് വീടിൻ്റെ പുറകിൽ നിന്ന് ബാർബിക്യൂ ചെയ്യാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് വീടിന് മുന്നിൽ ഒരു ഭയങ്കര ശബ്ദം. ഇത് കേൾക്കുന്ന ജോസ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് മുൻവശത്തേക്ക് പോകും. അപ്പോൾ റേച്ചൽ പുറകെ വന്ന് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ നീ അവനെ വിളിച്ചിട്ട് ഉള്ളിലേക്ക് പോകുമെന്ന് പറഞ്ഞ് ജോസ് പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ 2 കാറുകൾ വന്ന് ഇടിച്ച് അതിലൊരു കാറാണെങ്കിൽ നല്ല രീതിയിൽ പരിക്ക് പറ്റി. അതിലൊരു കാറാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നത് ജോസ് പുറകെ പോയിട്ട് അവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്, ഹിറ്റ് ആൻഡ് റൺ ആയതുകൊണ്ട് തന്നെ. പക്ഷെ അവർ നിർത്തുന്നില്ല. അങ്ങനെ ഈ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന കാറുണ്ടല്ലോ അതിനടുത്തേക്ക് ജോസ് ഓടി വന്ന് നോക്കുമ്പോൾ ഡ്രൈവർ സീറ്റിൽ ഒരു 40 വയസ്സുള്ള ഒരാൾ അനങ്ങാൻ കഴിയുന്നെങ്ങനെ ഇരിക്കുന്നു. ജോസിനാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഹേയ് ഓക്കെ അല്ലേ എന്നല്ല ചോദിക്കുമ്പോൾ അയാൾ മിണ്ടുന്നില്ല. വാ തുറന്നു കഴിഞ്ഞാൽ രക്തം മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. അപ്പോഴാണ് റേച്ചൽ വെളിയിലേക്ക് വരുന്നതും റേച്ചൽ എത്രയും ഇവിടെ ആംബുലൻസിൽ വിളിക്കുക എന്ന് പറയുമ്പോൾ അവൾ നേരെ പോയിട്ട് ആംബുലൻസിൽ വിളിക്കുന്നു. ഇപ്പോൾ ജോസ് അയാളെ തന്നെ നോക്കി നിൽക്കുന്നതും അയാൾ അവിടെ വെച്ച് തന്നെ മരിച്ചു പോവാണ്. അവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ആംബുലൻസും പോലീസും എല്ലാവരും അവിടേക്ക് വരുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അയാളുടെ ഗേൾ ഫ്രണ്ട് അയാളെ വിളിക്കുന്നത്. ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ അലീഷ്യ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഫോണും അവിടെ തന്നെ വെക്കുകയാണ്. കുറേ കഴിയുമ്പോഴത്തേക്കാണ് ആംബുലൻസ് പോലീസ് ഇവരെല്ലാവരും അവിടേക്ക് വരുന്നത്. അതുമല്ല ജോസ് ആണെങ്കിലോ അകത്ത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ റേച്ചൽ വന്നിട്ട് പറയും ആ സ്ക്രീനെല്ലാം മൂടാൻ പറയുമ്പോൾ അവൻ പറയും ഇല്ല, ഞാൻ കാരണമാണ് അയാൾ മരണപ്പെട്ടത്. എനിക്ക് അയാളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അയാളെ രക്ഷിക്കാൻ അറിയാമായിരുന്നെങ്കിൽ ഞാൻ തന്നെ രക്ഷിച്ചാനെ എന്നെല്ലാം പറഞ്ഞ് അവനെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ റേച്ചൽ പറയും നമ്മുടെ മകനെ നല്ല പേടിയുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ മതിയാവൂ. കാരണം ഇവിടേക്ക് വന്നിട്ട് 2 ആഴ്ച പോലും ആയില്ല, അതിന് മുന്നേ 2 ആക്സിഡന്റ്. പക്ഷേ ജോസ് അതിന് മറുപടി ഒന്നും പറയാതെ അവിടെ തന്നെ ഇരുന്നിട്ട് ഇപ്പോൾ അടുത്ത ദിവസം അവൻ വീണ്ടും ഓഫീസിലേക്ക് തന്നെ പോകുന്നുണ്ട്. പക്ഷെ അവിടെ ഇരുന്നിട്ട് അവന് സമാധാനമില്ല. ഇന്നലെ മരിച്ചു പോയല്ലോ. അയാളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അയാളുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. അങ്ങനെ അവിടേക്ക് ജോസ് പോവും. ഇപ്പോൾ ജോസ് നേരെ അയാളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ചെല്ലും. ഇന്നലെ ഫോണിൽ വിളിച്ചത് കൊണ്ട് തന്നെ അവളുടെ മുഖം അറിയാലോ. എന്നിട്ടാണ് അയാളെ അറിയാവുന്നതുപോലെ തന്നെ ജോസ് അവളെ സമാധാനിപ്പിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നു. അവളും തിരിച്ച് അവനോട് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ജോസ് അവിടെ നിന്ന് തിരിച്ചു വരുന്നത് ഓഫീസിലേക്കല്ല, ഈ ആക്സിഡൻ്റ് എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കുമല്ലോ അതുപോലുള്ളൊരു ക്ലാസ്സിലേക്ക്. കാരണം ആക്സിഡൻ്റ് ആരെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജോസിന് അറിയത്തില്ല. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിടത്തേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും അതൊരു ഒറ്റ ദിവസത്തെ ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവർക്കും അതുപോലെ ഒരു പാവയെ വെച്ചിട്ട് ഇവർ ക്ലാസ് കൊടുക്കുന്നുണ്ട്.
ജോസും അത് തന്നെ പഠിക്കുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള ഒരു ട്രെയിനിങ് എല്ലാം നല്ലതുപോലെ തന്നെ കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ജോസിന് വീട്ടിൽ പോയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവിടെയുള്ള ആളോട് ചോദിക്കുന്നുണ്ട്, ഈ പാവ വാങ്ങിക്കാൻ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും ഓൺലൈനിൽ നോക്കിയാൽ മതി കിട്ടുമെന്ന് പറയുന്നതും ജോസ് തിരിച്ച് നേരെ വീട്ടിലേക്ക് വരും. അവൻ നേരെ ഓഫീസിലേക്ക് വരും. എന്നിട്ട് അവിടെ ഇരുന്ന് ജോലി ചെയ്യുമെന്നാണോ? ഒരിക്കലുമല്ല. ആ പാവ ഓൺലൈനിൽ എത്ര രൂപയാണ് എന്നെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് അത് ഓർഡർ ചെയ്യുന്നു. അപ്പോഴാണ് ഇവരുടെ ഒരു ടീം ലീഡർ ഉണ്ടല്ലോ, ജോസിൻ്റെ കൂടെ ജോലി ചെയ്തിട്ട് വലിയ പൊസിഷനിലോട്ട് മാറിയ അവനിപ്പോൾ ജോസിനെ വിളിച്ചിട്ട്, ജോസ്, നമ്മുടെ ടീമിലെ നിന്റെ സെയിൽസ് ടാർഗറ്റാണ് കുറവ്, അതുകൊണ്ട് അത് ഇത്തിരി സീരിയസ് ആയിട്ട് എടുത്ത് അത് എന്തൊക്കെ മാറ്റം വരുത്താൻ കഴിയുമോ അതെല്ലാം ഒന്ന് ചെയ്യാൻ നോക്കണമെന്ന് കുറച്ച് റാഷായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ജോസിന് അത്ര നാണക്കേടായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിലൊന്നും കാണിക്കാതെ അവൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്ന ജോസ് ആണെങ്കിലോ റോഡിലൂടെ ഏത് കാർ പോയാലും അവിടേക്ക് തന്നെ നോക്കി ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴാണ് റേച്ചൽ ഇവരുടെ മകനെ കുളിപ്പിക്കുമ്പോൾ അവൻ്റെ തലയിൽ എന്തോ ഒരു കാര്യം കണ്ട് ജോസിനെ വിളിക്കും. വന്ന് നോക്കുമ്പോഴത്തേക്കാണ് തലയുടെ ഒരു ഭാഗത്ത് മുടിയില്ല. അപ്പോൾ ഇവർ ചോദിക്കും, അല്ല മോനെ, ഇതെന്തോ തലയിലെ മുടിയെല്ലാം എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എന്താണെന്ന് അറിയത്തില്ല അമ്മ, ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ മുടിയെല്ലാം ഇങ്ങനെ പിച്ചെടുക്കാൻ തോന്നുന്നുണ്ട്, അതെല്ലാം പിച്ച് ഞാൻ ഡ്രോയറിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടേക്ക് ചെന്ന് തുറന്ന് നോക്കുമ്പോൾ അവൻ പറഞ്ഞതുപോലെ ആ മുടിയെല്ലാം പിച്ചി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് കാണുന്ന ഇവർ രണ്ടുപേരും ഒരു ചൈൽഡ് സൈക്കാട്രിസ്റ്റ് ഉണ്ടല്ലോ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ ഡോക്ടർ ചോദിക്കും, ഓക്കെ, പ്രത്യേകിച്ച് എന്തെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ വീടിൻ്റെ അടുത്താണല്ലോ ആ ഒരു 2 ആക്സിഡൻറ്റ് സംഭവിച്ചത്, അതിലും വലിയ സംഭവമൊന്നും വേണ്ടല്ലോ, അതിനെപ്പറ്റി റേച്ചൽ ആ ഡോക്ടറിനോട് പറയും. അപ്പോൾ ആ ഡോക്ടർ പറയും, ഓക്കെ, എന്നാലും നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് അവനെ നല്ലതുപോലെ നോക്കണം. ഈ പ്രായത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളുടെ മനസ്സിൽ അത് നല്ലതുപോലെ ബാധിക്കും. അതുപോലെ മാനസിക വളർച്ചയ്ക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഈ മുടി പിഴുതെടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയത്തില്ല, കുറച്ച് ദിവസം കൂടി പോട്ടെ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഇവരെ സമാധാനിപ്പിക്കുമ്പോൾ റേച്ചലിനാണെങ്കിൽ ഇത് കേട്ടിട്ട് നല്ല ടെൻഷനുണ്ട്. പക്ഷേ ജോസ് ആണെങ്കിലോ അതൊന്നും വലിയ കാര്യമാക്കാതെ, ഇല്ലില്ല, നിങ്ങൾ പറയുന്നത് പോലെ എൻ്റെ മകന് കുഴപ്പമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞ ആ ഡോക്ടറിനോട് വഴക്കുണ്ടാക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, അവൻ ആ ഒരു വീട് വിട്ട് പോകാനായിട്ട് ഒട്ടും താല്പര്യമില്ല. ഇത് കേൾക്കുന്ന റേച്ചലിനാണെങ്കിലോ നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ ഡോക്ടറിൻ്റെ മുന്നിൽ വെച്ചൊന്നും പറയത്തില്ല. പക്ഷെ തിരിച്ചു വന്ന റേച്ചൽ തിരിച്ച് വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അവൾ നല്ലതുപോലെ കരയുന്നു. ജോസിനാണെങ്കിലോ നല്ല ദേഷ്യവും. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ജോസ് നേരെ സ്കൂളിലേക്ക് ചെന്ന് അവരുടെ പയ്യനെ വിളിക്കുകയാണ്. കാറിലേക്ക് കയറ്റുമ്പോഴത്തേക്കാണ് അതിനകത്തൊരു പെട്ടിയിരിക്കുന്നു. അപ്പോൾ അവൻ ചോദിക്കും, ഇതെന്താ വെച്ചാൽ ചോദിക്കുമ്പോൾ അത് ഓഫീസിലൊരു കാര്യമാണെന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്ന് തൻ്റെ മകനോടൊപ്പം കുറച്ച് നേരം ടൈമെല്ലാം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ ആഹാരം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് അവൻ ആ ഒരു പെട്ടി കൊണ്ടുവന്നല്ലോ, അത് തുറന്നു നോക്കുമ്പോൾ മറ്റേ പാവയാണ് അവന് ചെയ്തു പഠിക്കാനുള്ള. അങ്ങനെ അത് വെച്ച് ജോസ് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുന്നു. കുറേ കഴിഞ്ഞിട്ടാണ് അവൻ വീണ്ടും ഈ പാചകം ചെയ്യാനായിട്ട് കിച്ചണിലേക്ക് വന്ന് നിൽക്കുന്നതും. അപ്പോൾ തന്നെ നമ്മുടെ റേച്ചൽ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ടാണ് ജോസിനോട് പറയുന്നത്, നമ്മുടെ മകന് കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യണം, അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു ക്ലാസ്സിൽ അവനെ ജോയിൻ ചെയ്യിച്ചിട്ടുണ്ട്. നിങ്ങളിനി വർക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവനെ സ്കൂളിൽ നിന്ന് വിളിച്ച് അവിടേക്ക് കൊണ്ട് ചേർത്തിട്ട് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ മതി. ആഴ്ചയിൽ 2 ദിവസമാണെന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന്, അല്ല നീ എന്നോട് ചോദിക്കാതെ എന്തിനാ ഈ തീരുമാനം എടുത്തതെന്ന് ചോദിക്കുമ്പോൾ റേച്ചൽ പറയും, ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് 2 പേരുടെ തീരുമാനം എന്തിനാ, എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ റൂമിലേക്ക് പോകും. അങ്ങനെ അതുപോലെ തന്നെ ആ ഒരു ദിവസം വരുന്നത് തൻ്റെ മകനെയും കൂട്ടിയിട്ട് ആ ക്ലാസ്സിന് പോവാണ്. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ഓഫീസിൽ നിന്ന് കോൾ വരുന്നത്. പക്ഷെ അവനാണെങ്കിലോ എടുക്കുന്നില്ല. ആ റോഡിലെ ആക്സിഡൻറ്റ്, വീട്, ഇതൊക്കെയാണ് ഇപ്പോഴും ജോസിൻ്റെ മനസ്സിലാണെന്ന് ഓടുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൻ്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് അവനെ വീട്ടിലേക്ക് കൊണ്ടുവരും. അങ്ങനെ വരുന്ന സമയത്താണ് ഒരു ആംബുലൻസ് ഇവരെ ക്രോസ് ചെയ്തു പോകുന്നു. ഇത് കാണുമ്പോൾ തന്നെ ജോസിന് മനസ്സിലായി അവിടെ വീടിൻ്റെ അടുത്ത് ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ജോസ് നല്ല വേഗതയിൽ കാർ ഓടിച്ച് അവിടേക്ക് കൊണ്ട് നിർത്തിയിട്ട് അവൻ്റെ മകനെ കാറിനകത്ത് തന്നെ ഇരുത്തി, മോനെ ഇവിടെ തന്നെ ഇരിക്കുക, അച്ഛൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ആ ഒരു ആക്സിഡൻറ്റ് നടന്നല്ലോ അവിടേക്ക് നടന്നു പോവാണ്. ഓടി വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു കാറ് പൂർണ്ണമായിട്ട് കത്തുന്നു. അതുപോലെ കാറിൻ്റെ ഡ്രൈവർ സീറ്റിൽ ഒരാൾ ഇരിപ്പുണ്ട്, അയാൾക്ക് ജീവനുണ്ട്. അയാളും കിടന്ന് കത്തുകയാണ്. അതേസമയം മറ്റൊരിടത്ത് അടുത്തൊരു കാറ്, അതിൽ നിന്ന് ഒരാളെ വെളിയിലേക്ക് ഇറക്കിയിട്ട് ഇവർ ഇത്രയും നാൾ പ്രാക്ടീസ് ചെയ്തല്ലോ അതുപോലെ തന്നെ അയാൾക്ക് CPR മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ എത്ര ശ്രമിച്ചിട്ടും അയാളെ ജീവൻ രക്ഷിക്കാനായിട്ട് കഴിയുന്നില്ല, അയാൾ മരിച്ചുപോയി. അങ്ങനെ പോലീസ് ജോസിനെ കാണുന്നതും ജോസിനെ പെട്ടെന്ന് പുറകിലേക്ക് കൊണ്ടുപോവാണ്. അതുപോലെ ആ സ്ഥലം മുഴുവനായിട്ട് സീൽ ചെയ്യുന്നുണ്ട്. വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ജോസിനോട് TV കാരെല്ലാം ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ജോസ് പറയും, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ഇപ്പോഴാണ് ഇവിടേക്ക് വന്നതെന്ന് പറയുമ്പോൾ അവിടെയാണ് ജോസിൻ്റെ മകൻ്റെ കാര്യം അവൻ ആലോചിക്കുന്നത്. പെട്ടെന്ന് തന്നെ കാറിനടുത്തേക്ക് ഓടിപ്പോവും. ഓടിച്ചെന്ന് കാറിനടുത്ത് നോക്കുമ്പോൾ ആഹാ, കാറിനകത്ത് അവൻ്റെ മകനെ കാണുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പുറകിലൂടെ തന്നെ നമ്മുടെ റേച്ചലും വരുന്നുണ്ട്. റേച്ചൽ വന്ന് കാറിൽ നിന്നിറങ്ങി എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ
അവൻ പറയും ഇതുപോലെ ആക്സിഡന്റ് നടന്നു, മകനെ ഞാൻ കാറിലെത്തി, പോയിട്ട് വന്നപ്പോൾ അവനെ കാണാനില്ല എന്ന് പറയുന്നതും റേച്ചലിന് നല്ല ദേഷ്യമുണ്ട്. അതേപോലെ തന്നെ അവൾ പേടിച്ച് മുന്നിലേക്ക് ഓടും. ഓടിപ്പോയിട്ട് അവിടെ എല്ലാം നോക്കുകയാണ്. ജോസ് ആ റോഡ് മുഴുവനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവനെ കാണുന്നില്ല. അപ്പോഴാണ് കാണിക്കുമ്പോൾ റേച്ചല് അവരുടെ മകനെ കണ്ടുപിടിച്ചു. ആ ചെറിയ പയ്യൻ എവിടെയാണ് നിൽക്കുന്നതെന്നറിയോ? നേരത്തെ ആ കാർ കത്തിയിട്ട് അതിനകത്ത് ഒരാൾ മരിച്ചിരുന്നല്ലോ, അയാളുടെ മുന്നിൽ പോയി നിൽക്കുന്നു. അങ്ങനെ റേച്ചല് അവനെ പൊക്കിയെടുത്ത് നേരെ വീടിനകത്തേക്ക് കൊണ്ടുപോകും. ജോസിനെയാണെങ്കിൽ നല്ല ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ജോസിന് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ ജോസിനെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. അങ്ങനെ ജോസ് നേരെ അയാളുടെ മുന്നിലേക്ക് വന്നിട്ട് അയാളോട് സംസാരിക്കാൻ തന്നെ ജോസിന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ജോസ് പറയും, എന്നെ എന്തിനാ വെറുതെ ഇവിടെ ഇരുത്തിയേക്കുന്നേ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ വലിയ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ പറയും, ഇല്ല നിങ്ങൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, നിങ്ങൾ സംസാരിക്കാൻ പറയുമ്പോൾ ജോസ് പെട്ടെന്ന് എൻ്റെ ഭാര്യയാണ് എൻ്റെ മകൻ ഇതുപോലെ 2 ദിവസം ക്ലാസ്സിൽ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഞാൻ ആ ഒരു ക്ലാസ്സിൽ പോയില്ലായിരുന്നെങ്കിൽ 2 പേരിൽ ആരെങ്കിലും ഒരാളെ ആ അപകടം നടന്ന സ്ഥലത്ത് എനിക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. കാരണം ആക്സിഡന്റ് നടന്ന സമയത്ത് ഞാൻ അവിടേക്ക് എത്തുമ്പോൾ രണ്ടാമത്തെ ആൾക്ക് CPR കൊടുത്താണ് രക്ഷിക്കാൻ ശ്രമിച്ചത്. ആ പ്രാക്ടീസ് ഞാൻ വീട്ടിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അയാളെ രക്ഷിച്ചേനെ എന്നെല്ലാം ജോസ് പറയുന്നുണ്ട്. അപ്പോഴാണ് ആ സൈക്കാട്രിസ്റ്റ് ഒരു കറക്റ്റായിട്ടുള്ള ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ, ആ മരിച്ചുപോയ ആളെ പറ്റി ചിന്തിച്ചിട്ടാണ് നിങ്ങൾക്ക് ടെൻഷൻ, അല്ലാതെ ആ കാറിൽ കത്തിക്കരിഞ്ഞ ആളെ കണ്ട നിങ്ങളുടെ മകൻ്റെ മാനസികാവസ്ഥ എന്താവുമെന്ന് നിങ്ങൾക്ക് ഒട്ടും ടെൻഷൻ ഇല്ല എന്ന് ചോദിക്കുമ്പോൾ ജോസ് അതിനെപ്പറ്റി ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ആ സൈക്കാട്രിസ്റ്റിൽ തന്നെ നോക്കിയിരിക്കുന്നു. അപ്പോൾ സൈക്കാട്രിസ്റ്റ് പറയും, ഓക്കെ അടുത്തൊരു സെക്ഷനിൽ നമുക്ക് നല്ലതുപോലെ നോക്കാമെന്ന് പറഞ്ഞ് ജോസിനെ പറഞ്ഞു വിടുന്നതും ജോസ് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ആ വീട്ടിലെ ജോലികളെല്ലാം നോക്കാണ്. അതുമല്ല അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ സൈൻ ബോർഡ് ഉണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയാവുന്നതും അവർ റൂമിൽ കിടക്കാൻ ചെല്ലുമ്പോൾ റേച്ചലിനോടൊപ്പമാണ് പയ്യൻ കിടക്കുന്നത്. അപ്പോൾ പറയും, അടുത്ത ബുധനാഴ്ച ഡോക്ടറെ കാണാനായിട്ട് പോകണം അവനെയും കൊണ്ട്, കാരണം അവൻ്റെ എക്സാമിനെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ റിസൾട്ട് അന്നാണ് പറയുന്നത്, മറക്കാതെ വരണമെന്ന് പറയും. അപ്പോൾ ജോസ് പറയും, ഓക്കെ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ ആ കട്ടിലിൽ കിടക്കാനായിട്ട് പോകുമ്പോൾ റേച്ചൽ പറയും, വേണ്ട ഇന്നെന്തായാലും മുറിയിൽ കിടക്കണ്ട, നിങ്ങൾ അവൻ്റെ മുറിയിൽ പോയി കിടന്നോ എന്ന് പറഞ്ഞിട്ട് ജോസിനെ പറഞ്ഞു വിടുന്നു. ജോസ് ആണെങ്കിലോ ഒന്നും മിണ്ടാതെ നേരെ തൻ്റെ മകൻ്റെ റൂമിലേക്ക് പോയിട്ട് അവിടെ കിടന്ന് ഉറങ്ങും. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഓഫീസിൽ പോകുമ്പോഴത്തേക്കാണ് ഇവരുടെ ആ ഒരു ലീഡർ അയാളിപ്പോൾ ജോസിനെ വിളിച്ചിട്ട്, ജോസ് ഇനി നിങ്ങളിവിടെ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയത്തില്ല, കാരണം 1 മാസമായിട്ട് നിങ്ങൾ ജോബിലും നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല, അതേപോലെ സെയിൽസിലും നല്ല മാറ്റമൊന്നും വരുത്തുന്നില്ല. ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ നിങ്ങളോടൊരു മെമ്മോ ഞാൻ ചോദിച്ചിരുന്നു, അതും ഇതുവരെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ജോലി ചെയ്യാനും താല്പര്യമില്ലാന്ന് തോന്നുന്നു, അതുപോലെ നിങ്ങളൊരു സീനിയറാണ്, പുതുതായിട്ട് വരുന്ന ആളുകൾ നിങ്ങളെ കണ്ട് മോശമാവരുത്, അതുകൊണ്ട് നിങ്ങളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയാണെന്ന് പറയും. ഇത് കേൾക്കുന്ന ജോസിന് ആകെ എന്തോ പോലെ ആവുന്നു. അങ്ങനെ ഒന്നും മിണ്ടാതെ തിരിച്ച് കാറിലേക്ക് വന്ന് കുറേ നേരം എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്ന് റേച്ചലിനോട് ഈ കാര്യം പറയത്തില്ല. അങ്ങനെ ഹാളിലേക്ക് വന്നിട്ട് തൻ്റെ മകൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കളിപ്പാട്ടങ്ങളെല്ലാം ഓരോന്നിട്ട് എടുത്തു വയ്ക്കുന്ന സമയത്താണ് അവിടെ ഒരു ആംബുലൻസ് ഇരിക്കുന്നു. അങ്ങനെ അവിടെ ഇരുന്നവൻ എന്താലോചിച്ചെന്നറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന ജോസ് എന്ത് തോന്നിയെന്നറിയത്തില്ല. അവൻ പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് വന്ന് ഈ വേസ്റ്റ് ബിന്നുണ്ടല്ലോ അതെടുത്ത് റോഡിലേക്ക് കൊണ്ടുവയ്ക്കും. ഇത് ആഴ്ചയിൽ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്തിട്ട് റോഡ് സൈഡിൽ വെക്കുമ്പോഴത്തെ ഈ വണ്ടിയിൽ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഇപ്പം അതും എടുത്ത് ആ രാത്രിയിൽ നേരെ ഈ റോഡിൻ്റെ വശത്തേക്ക് കൊണ്ടുവയ്ക്കും. എന്തിനാണെന്നറിയത്തില്ല. കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് പെട്ടെന്ന് അത് തള്ളി റോഡിലേക്ക് വെക്കും. ആൾറെഡി ഈ വണ്ടികൾ പോകുമ്പോഴത്തേക്കും റോഡിൻ്റെ ഒരു വശം കാണാൻ കഴിയത്തില്ല, ആ ഒരു വളവാണിത്. അതിനിടയിൽ അവൻ ഇതും കൂടി കൊണ്ട് വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. എന്നിട്ട് റൂമിലേക്ക് വന്ന് അവിടെ കിടക്കും, പക്ഷെ ഉറങ്ങത്തില്ല. രാത്രി മുഴുവൻ കണ്ണൂർന്ന് കിടക്കാണ്. ആ റോഡിലൂടെ വണ്ടികൾ പോകുന്ന ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട്. അപ്പോഴെത്തി നോക്കും ആക്സിഡന്റ് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം റോഡിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ടില്ല. ആ ദേഷ്യത്തിൽ ഈ വേസ്റ്റ് ബിന്നും അടച്ച് അത് വലിച്ചകത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോഴാണ് റേച്ചൽ അവിടേക്ക് വന്നിട്ട് വൈകുന്നേരത്ത് മകനെയും കൊണ്ട് ആശുപത്രിയിൽ പോകണം, അതറിയാലോ, ഓഫീസ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വരണമെന്ന് പറയുമ്പോൾ റേച്ചൽ പറയും ഓക്കെ ശരി എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവാണ്. പക്ഷെ അവന് ജോലി പോയ ആ ഒരു കാര്യം ഇപ്പോഴും അവൾക്ക് അറിയത്തില്ല. അങ്ങനെ അവൾ പോയതിനു ശേഷം അവൻ നേരെ വീടിനകത്തേക്ക് വന്നിട്ട് ഈ CPR കൊടുക്കുമല്ലോ അത് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. കുറേ നേരം അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് അത് കഴിഞ്ഞ് ആ ജനാല വഴി റോഡിലേക്ക് തന്നെ നോക്കി നിൽക്കും, ഏതെങ്കിലും വണ്ടി ആക്സിഡന്റ് ആവുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് പിന്നീട് എന്താ ചെയ്യുന്നതെന്നറിയോ, ഈ കാർ ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുന്ന വീഡിയോസ് ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് നോക്കുന്നു. കുറേ നേരം അത് തന്നെ നോക്കിയിരുന്ന് സമയം പോയിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ജനാല അടുത്തേക്ക് വന്നിട്ട് ആ റോഡിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം കഴിയുമ്പോഴാണ് ഇവരുടെ വീടിന് മുന്നിൽ വേറൊരു വണ്ടി വന്ന് നിൽക്കുന്നത്. അങ്ങനെ ജോസ് പെണ്ണ് തന്നെ വെളിയിലേക്ക് ഇറങ്ങി അവരോട് പോയി സംസാരിക്കും. അവരാണെങ്കിലോ ഭാര്യയും ഭർത്താവും, അതിൽ ആ പെണ്ണാണെങ്കിൽ പ്രഗ്നൻ്റ് ആണ്. അങ്ങനെ ജോസും ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അത് കഴിഞ്ഞ് ജോസ് നേരെ പോകുന്ന ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ്. 3 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് വെച്ചത്, പക്ഷേ ഇപ്പോൾ 3:45 അപ്പോഴാണ് ജോസ് വരുന്നത്. ഇവർ രണ്ടുപേരും കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ജോസ് അകത്തേക്ക് വന്നിട്ട് സോറി, ഓഫീസിലെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് മിസ് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ റേച്ചൽ പെട്ടെന്ന് ജോസിനെ നോക്കിയിട്ട്
അല്ല ഒരാഴ്ചയ്ക്ക് മുന്നേ നിന്നെ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ടതായിട്ട് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ജോസ് അതിന് മറുപടി പറയാതെ ആ ഡോക്ടറിനെ നോക്കിയിട്ട് അല്ല ഡോക്ടർ നിങ്ങൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവളെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഡോക്ടർ പറയും ഓക്കെ ടെസ്റ്റ് റിസൾട്ട് എല്ലാം വന്നു, നിങ്ങളുടെ മകന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പിന്നെ തുടർന്ന് ഈ ആക്സിഡൻ്റ് ഒക്കെ കാണയില്ലേ അതുകൊണ്ടുള്ളൊരു ടെൻഷനാണ്, അത് നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ചെറിയ പ്രായമായതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, മകനെ മറ്റൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ള നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് വളർത്തുക. അപ്പോൾ റേച്ചൽ ആ ഡോക്ടറിനെ നോക്കിയിട്ട് അത് തന്നെയാണ് ഡോക്ടർ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വീട് മാറാന്ന്. പക്ഷേ ഇതേ ഇയാൾ അതിന് സമ്മതിക്കുന്നില്ല. ഗവൺമെൻറ് ആക്ഷൻ എടുക്കും, ഇനി ആക്സിഡൻറ്റ് സംഭവിക്കത്തില്ല എന്നെല്ലാം പറഞ്ഞ് ആ വീട് വിൽക്കാതിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ജോസിനെ നോക്കി വഴക്ക് പറയുമ്പോൾ ജോസ് പറയും ആ വീട് വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡോക്ടർ, വീടിനല്ല പ്രശ്നം, ആ റോഡിനാണ് പ്രശ്നം. വീട് വിൽക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിരുന്നു, ഏജൻസിയിലെല്ലാം പറഞ്ഞിട്ട് ഞാൻ അറിയാതെ ഇവള് വീട് വിൽക്കാൻ ശ്രമിച്ചു. രണ്ടുപേരും അന്വേഷിച്ചു വന്നിരുന്നു, അതിലൊരു ഭാര്യയും ഭർത്താവും. ആ ഭാര്യയാണെങ്കിൽ പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് നടക്കുന്ന ഈ ഒരു മാനസികാവസ്ഥ ആ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിക്ക് നടക്കണോ? അവർക്ക് വിറ്റ് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താവും എന്ന്, മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരു ചിന്തയാണ് ജോസിന്. പക്ഷെ സ്വന്തം മകൻ ഇതുപോലെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ആ വീട് മാറിപ്പോകണം എന്നുള്ള ചിന്തയൊന്നുമില്ല. മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് മാനസികാവസ്ഥയായിരിക്കും, അവർക്ക് എന്തൊരു വിഷമമുണ്ടാവും എന്നുള്ള ചിന്തയാണ് അവന്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് റേച്ചൽ നല്ല ദേഷ്യപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ജീവിക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാണ് എൻ്റെ മകനെ കൂട്ടി എന്ന് പറയുമ്പോൾ ജോസ് വന്നിട്ട് അവളുടെ കാല് പിടിച്ച് നോക്കുന്നുണ്ട്. ഇല്ല നിങ്ങൾ രണ്ടുപേരും പോകരുത്, അവനെ കൊണ്ട് പോരുന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവൾ പറയും വീട് നോക്കാൻ വന്ന സ്ത്രീ അവർക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് നീ ചിന്തിക്കുന്നു, പക്ഷേ നമ്മുടെ മകനും അതേ അവസ്ഥയല്ലേ, അതിനെപ്പറ്റി നീ ഒന്നും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവനെ കൊണ്ട് പോവാണ്, ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല. നീ എന്നുമാണോ വീട് വിറ്റ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അന്ന് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, അതുവരെ ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ താമസിക്കുമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ഇത് കാരണം ജോസിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നല്ല ദേഷ്യവും വരുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് മാസം കഴിഞ്ഞു, എന്നിട്ടും അവൻ ഈ വീട് വിറ്റിട്ടില്ല. അങ്ങനെ ഒരു ദിവസം വക്കീല് ജോസിനെ വിളിക്കും. എന്താണെന്ന് വെച്ചാൽ റേച്ചല് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പേപ്പർ അയച്ചിട്ടുണ്ട്. അപ്പോൾ വക്കീലിനോട് ചോദിക്കുമ്പോഴാണ് വക്കീൽ പറയുന്നത് നിങ്ങൾ താമസിക്കുന്ന വീട് അത്ര സേഫ് അല്ല, നിങ്ങൾ വിൽക്കാൻ പറഞ്ഞാലും വിൽക്കത്തില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ ഡിവോഴ്സ് ചോദിച്ചേക്കാണ്. അപ്പോൾ ജോസ് പറയും ഇല്ല മാഡം ഞാൻ എന്തായാലും ആ ഒരു വീട് വിൽക്കാൻ നോക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വീട് വിറ്റാലും ഇനിയിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല, കാരണം അവർക്ക് എന്തായാലും വിവാഹമോചനം വേണം, അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കാണ്. പിന്നെ നിങ്ങൾ വീട് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, കാരണം നിങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഒരാഴ്ച, നിങ്ങളുടെ ഭാര്യയുടെ വീട്ടിൽ ഒരാഴ്ച, ഇങ്ങനെ കുട്ടിക്ക് മാറി മാറി താമസിക്കാൻ കഴിയും. അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് വയ്ക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് മാത്രമേ നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് കാണാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആലോചിച്ച് തീരുമാനം എടുക്കാൻ പറയും. ഇപ്പം തൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോകുന്നുള്ള ആ ഒരു ടെൻഷനിൽ എന്തായാലും വീട് വിൽക്കാനായിട്ട് അവൻ തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ വീടെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കുന്നു. ആരെങ്കിലും വരുമ്പോഴത്തേക്കും അവർക്ക് കാണണ്ടേ, അതുപോലെ തന്നെ വീടും വൃത്തിയാക്കി ആൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം അവൻ്റെ മകനെ വെളിയിൽ പോയിട്ടാണ് അവൻ കാണുന്നത് തന്നെ. അപ്പോൾ ജോസിൻ്റെ മകൻ അവനോട് ചോദിക്കുന്നുണ്ട് അച്ഛാ അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് എല്ലാ ദിവസവും കാണാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജോസിന് നല്ല വിഷമമുണ്ട്. അപ്പോൾ അവൻ പറയും ഇല്ല മോനെ, അച്ഛൻ പെട്ടെന്ന് തന്നെ വീട് വിറ്റിട്ട് മറ്റൊരു വീട്ടിലേക്ക് മാറും, അപ്പോൾ നമുക്ക് ഒരാഴ്ച അച്ഛനോടൊപ്പം താമസിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവനെ നല്ലതുപോലെ ആശ്വസിപ്പിക്കും. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്ന് വീടിൻ്റെ പല ഭാഗങ്ങളും പൊളിച്ചിട്ട് ആ വീടിൻ്റെ രീതി തന്നെ മാറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോഴത്തേക്കാണ് ഒരു കോൾ വരുന്നു, ഇതുപോലെ വീട് കാണാനായിട്ട് ആൾ വന്നെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ജോസ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അതൊരു കപ്പിൾസാണ്. രണ്ടുപേരും വീട് നല്ലതുപോലെ തന്നെ കണ്ടിട്ട് നല്ല വൃത്തിയുണ്ട്, അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ജോസിനോട് പറയും ഞങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ വാങ്ങാന്ന് പറയുമ്പോൾ എന്തായാലും അവർക്ക് വീട് വിൽക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ജോസ് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാണ്. അങ്ങനെ വൈകുന്നേരം ആവുന്നതും ജോസ് അവൻ്റെ ഭാര്യയെ വിളിക്കുന്നു. എന്നിട്ടാണ് മകനോട് മോനെ അച്ഛൻ വീട് വിറ്റു, ഉടനെ തന്നെ നിന്റെ സ്കൂളിനടുത്ത് അച്ഛനൊരു വീട് വാങ്ങിക്കാൻ പോവാണ്, എന്നിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അവൻ പറയും ഓക്കെ അച്ഛാ അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ പോകുന്നതും ഇപ്പോൾ റേച്ചൽ വന്ന് സംസാരിക്കുമ്പോൾ അവൾ പറയും നല്ല കാര്യം, വീട് വിറ്റിട്ട് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ജോസ് അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ മൈൻഡ് ചെയ്യാതെ കോൾ അങ്ങ് കട്ട് ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ വീട്ടിലെ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാനായിട്ട് ഒരു ട്രക്ക് അവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിലേക്ക് സാധനങ്ങളൊന്നും കയറ്റാതെ അകത്ത് തന്നെ ഇരിക്കുകയാണ്. കുറേ നേരം അതിനകത്ത് തന്നെ ഇരുന്നിട്ട് ഇപ്പോൾ വെളിയിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. ആ സമയത്ത് ട്രക്കിനകത്തേക്ക് സാധനങ്ങളൊക്കെ കയറ്റും. അങ്ങനെ സാധനം കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് വണ്ടിയുടെ അടുത്തായിട്ട് തന്നെ വെള്ളം കിടക്കുന്നതുകൊണ്ട് അതിൽ ചവിട്ടി താഴേക്കൊന്ന് വീഴും. അതുമല്ല അവിടെ നിന്ന് നടക്കുമ്പോഴത്തേക്കും കാലിങ്ങനെ തെന്നി തെന്നി പോകുന്നുണ്ട്. അങ്ങനെ ജോസ് ഈ റോഡിനടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ നല്ല മഴ പെയ്യല്ലേ, അപ്പോൾ ഒരു കാർ പാസ് ചെയ്ത് പോകുന്നു. ഇത് കാണുന്നതും ജോസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് തന്നെ വീടിനകത്തേക്ക് കയറും. എന്നിട്ട് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് വീടിനകത്ത് നിന്നും വെളിയിലേക്ക് തന്നെ നോക്കി നിൽക്കാണ്. അപ്പോൾ ഒരു കാറ് ആ വളവിലൂടെ പോകുമ്പോൾ അത് സ്കിഡ് ആവുന്നുണ്ട് ചെറിയ രീതിയിൽ. പക്ഷെ ആക്സിഡന്റ് ഒന്നും സംഭവിക്കുന്നില്ല, അത് നോർമലായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോഴാണ് ജോസ് വീടിനകത്ത് തന്നെ ആ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടല്ലോ അതിനെടുത്തിട്ട് മൺവെട്ടി വലിയ കമ്പി ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അതെല്ലാം എടുത്ത് ഒരിടത്തേക്ക് മാറ്റി വെച്ച് വീണ്ടും ആ റോഡിലേക്ക് തന്നെ നോക്കി നിൽക്കും. അപ്പോഴും ഒരു കാർ ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ അതിനും
വലിയ കുഴപ്പമൊന്നുമില്ലാതെ നോർമലായിട്ട് തന്നെ പോവാണ്. അങ്ങനെ ജോസ് എന്താ ചെയ്തെന്ന് വെച്ചാല് വീട്ടിനടുത്ത് നിന്നും ഒരു പൈപ്പ് വലിച്ച് റോഡിലേക്ക് കൊണ്ടുവന്ന് വെള്ളം തുറന്ന് ആ റോഡിലേക്ക് അടിക്കുന്നു. അത് നല്ല രീതിയിൽ. ഇപ്പൊ എന്താണ് ജോസ് വിചാരിക്കുന്നതെന്നറിയോ? ഒരു കാർ ആക്സിഡന്റ് ആവണം. എന്നിട്ട് ഒരിടത്തേക്ക് മാറി നിൽക്കുന്നതും ഇപ്പൊ ഒരു കാർ വരുന്നുണ്ട്. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ആ കാറിന് എന്തെങ്കിലും സംഭവിക്കുന്നു വിചാരിക്കുമ്പോൾ ആ കാറിനൊന്നും സംഭവിക്കുന്നില്ല. അപ്പോഴാണ് ഇതിനടുത്തായിട്ട് തന്നെ ഒരു സൈൻ ബോർഡ് ഉണ്ടല്ലോ, ഇവിടെ വളവുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ആ സൈൻ ബോർഡ് കാണുന്നതും ഇതായിരിക്കും കാരണമെന്ന് പറഞ്ഞ് ജോസ് നേരെ ആ ഒരു കട്ടിംഗ് മെഷീനും എടുത്തുകൊണ്ട് വന്നിട്ട് ആ സൈൻ ബോർഡ് അതങ്ങ് കട്ട് ചെയ്തിടും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭ്രാന്തനെ പോലെ കാണിക്കുന്നത് അറിയത്തില്ല. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഒരിടത്ത് തന്നെ ഇരിക്കുകയാണ്. കുറേ കാർ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. കുറെ നേരം അങ്ങനെ തന്നെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇപ്പൊ ഒരു കാർ വന്നിട്ട് ഇവ നേരത്തെ തന്നെ വെള്ളമെല്ലാം ഒഴിച്ചു വെച്ചിരുന്നല്ലോ, അതിൽ സ്കിഡായിട്ട് ഒരു കാറ് തല ഈഴായിട്ട് മറിഞ്ഞ് ഇവന്റെ ആ ഒരു മുറ്റത്തേക്ക് വന്ന് വീഴും. അങ്ങനെ ഇത് കണ്ട് കുറച്ചു നേരം ജോസ് അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു കമ്പി, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇതെല്ലാം എടുത്ത് നേരെ കാറിനടുത്തേക്ക് ഓടിച്ചെല്ലും. എന്നിട്ട് അകത്തേക്ക് നോക്കുമ്പോൾ ഒരു ലേഡി മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവരാണെങ്കിലോ ഈ ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് കൊണ്ട് തന്നെ പതിയെ മയങ്ങാൻ തുടങ്ങുന്നു. അവർക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അങ്ങനെ ജോസ് നിക്കി നിങ്ങൾ ഞാൻ രക്ഷിക്കാന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുള്ള കമ്പി എടുത്ത് ആ ഡോറെല്ലാം ഇടിച്ച് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് അതുവഴിയെ മറ്റു സ്കൂൾ ബസ് പോകുന്നത്. അതിലൊരുപാട് പയ്യന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ അതിനെ കൈ കാണിച്ച് എല്ലാവരും ഇവിടേക്ക് വരാൻ പറയുമ്പോൾ അതിനകത്തുള്ള കുട്ടികളെല്ലാം കൂടി പെട്ടെന്ന് വെളിയിലേക്ക് വന്ന് അവരെല്ലാവരും ജോസ് ഈ കാറിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുമല്ലോ ആ കാര്യം വീഡിയോ എടുക്കുന്നു. ആരും വന്ന് സഹായിക്കുന്നൊന്നുമില്ല. അങ്ങനെ ജോസ് ഒരു വിധത്തിലെ അവരെ ആ ഒരു കാറിൽ നിന്ന് വലിച്ച് പുറത്തേക്കിടും. എന്നിട്ട് അവരുടെ കഴുത്തിൽ കൈവച്ച് നോക്കുമ്പോഴത്തേക്കാണ് അനക്കൊന്നുമില്ല. അപ്പോഴെന്താ ജോസ് ചെയ്യുന്നത്? പെട്ടെന്ന് തന്നെ ആ ഒരു ഫസ്റ്റ് എയ്ഡ് ഉണ്ടല്ലോ അത് കൊടുക്കും. ഇതുപോലെ അവരുടെ ഹൃദയത്തിൽ ഒരുപാട് നേരം ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അവർക്ക് ശ്വാസം എല്ലാം കൊടുത്ത് ഒരുപാട് നേരം ചെയ്യുന്നുണ്ട്. അപ്പൊ കുറച്ച് സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞാലേ ഇത് വർക്ക് ആവത്തുള്ളൂ. അതും കഴിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു കാര്യമില്ല. അങ്ങനെ ഇത്ര ചെയ്തിട്ടും അവർക്ക് ഒരനക്കവും ഇല്ലാതെ കിടക്കുമ്പോൾ ജോസ് വല്ലാണ്ടായി പോയി. കാരണം അവൻ കാരണമാണ് ഇതുപോലെ ഒരു ആക്സിഡന്റ് സംഭവിച്ചതും ഇപ്പൊ ഈ ലേഡി മരിക്കാൻ പോകുന്നതും. അങ്ങനെ അവിടെ ഇരുന്ന് കരയുന്നതും പെട്ടെന്ന് തന്നെ ആ ഒരു ലേഡി ശ്വാസം എടുക്കുന്നു. എന്താന്ന് വെച്ചാൽ അവർക്ക് കുഴപ്പമില്ല, അവർ രക്ഷപ്പെട്ടു. അങ്ങനെ ചുറ്റിനുള്ള എല്ലാ പയ്യന്മാരും അവരെ പൊക്കിയെടുക്കുന്നതും കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടേക്ക് ആംബുലൻസ് വരുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും. അവരങ്ങനെ ആ ലേഡിയെ എടുത്തു വെച്ച് അവരാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അപ്പോൾ ജോസ് എഴുന്നേറ്റ് നിന്ന് ആ ലേഡിയെ നോക്കി അങ്ങനെ ചിരിക്കുന്നതും ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റോറി അല്ലേ? സത്യത്തിൽ ആദ്യ സമയത്ത് അവിടെ ആക്സിഡന്റ് നടക്കരുത് എന്ന് വിചാരിച്ച ഒരാള് ഒരുപക്ഷെ ആർക്കെങ്കിലും ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാൻ വേണ്ടി CPR കൊടുക്കുന്ന ആ ഒരു കാര്യം തന്നെ പഠിച്ചിട്ട് പിന്നീട് ഒരു ആക്സിഡന്റ് സംഭവിച്ചില്ല. അവനാണെങ്കിലോ ഇത് പഠിച്ചതുകൊണ്ട് തന്നെ ആരെങ്കിലും രക്ഷിക്കണമെന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനുശേഷമുള്ള ഓരോ സമയവും അവനൊരു ആക്സിഡന്റ് ഉണ്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷെ അത് നടക്കത്തില്ല എന്ന് മനസ്സിലായപ്പോൾ മനഃപൂർവ്വം ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി അതിൽ അപകടപ്പെട്ട ആ ലേഡിയെ അവൻ രക്ഷിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ളൊരു സൈക്കോ ചിന്താഗതിയിൽ അവന്റെ ചിന്ത മാറുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ എത്രയൊക്കെ അവനൊരു സ്ത്രീയെ രക്ഷിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൻ മനഃപൂർവ്വം ആ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോ റീച്ച് ആയിട്ട് എല്ലാവരിലേക്ക് എത്തത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.